ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഗായ്സ്, നമ്മള് മൈൻക്രാഫ്റ്റിന്റെ ഹാർഡ് കോർസ് സീരീസ് പാർട്ട് 2 ആയിട്ടാണ് അവിടെ വന്നേക്കണേ. സോ ഗായ്സ്, എനിക്ക് ഓർമ്മയുണ്ടാവും നമ്മൾ എവിടെ വെച്ച് നിർത്തിണ്ടായിരുന്നേന്ന്. ഞാൻ ഇവിടുന്ന് നമ്മുടെ ഐലൻഡിൽ നിന്ന് ട്രാവൽ ചെയ്യായിരുന്നു കേട്ടോ. അതെ, അവിടെയാണ് ഐലൻഡ് കേട്ടോ. നമ്മൾ ഐലൻഡ് ഇവിടുന്ന് കാണാം, കാര്യം ഞാൻ അവിടുന്ന് ട്രാവൽ ചെയ്ത് ദൂരെത്തിയിട്ടില്ല കേട്ടോ. ഓക്കെ, നമുക്ക് കാണാം നമ്മുടെ ഹാർട്ടോടെ കിടക്കുന്നത്. നമ്മള് നീങ്ങിക്കൊണ്ടിരിക്കുക. എവിടെയെല്ലാം ഐലൻഡ് പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും ഗൈസ്. ഇനിയിപ്പോ നൈറ്റ് ടൈം ആണ്. സോ ഐലൻഡ് കിട്ടിയാലും നമുക്ക് അവിടെ എത്താൻ ഇത്തിരി പാടായിരിക്കും. സോ ഗൈസ്, നമ്മൾ ഇവിടെ എവിടെയും സ്ഥലം കാണുകയാണെങ്കിൽ ഞാൻ പറയാട്ടോ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഒരു ഐലൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓ ഗൈസ്, നമുക്ക് ഒരു റെക്കോർഡ് ഷിപ്പ് കിട്ടിയിട്ട്. പക്ഷെ നമ്മളെന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാണ്ടല്ലോ, ഇപ്പൊ എന്താ പ്ലാൻ വെച്ചാ ഗൈസ്, ഞാൻ അത്രയും പ്രോ അല്ലാത്തത് കൊണ്ട് വെയിറ്റ് ഐഡിയ ഉണ്ട്. ഈ ബോട്ട് ഇരുന്നിട്ട് മൈൻ ചെയ്യാൻ പറ്റില്ല അല്ലേ? പറ്റുമായിരുന്നല്ലോ. ഓക്കെ, സെൻട്രർമാനൊക്കെ ഉണ്ട് കേട്ടോ. ഓ ഞാനിവിടെ എന്താ ആലോചിക്കുന്ന വെച്ചാല് ഫസ്റ്റ് തന്നെ ഇവിടെ ഒന്നും ഇല്ലേ. ഓ മാൻ, നമ്മളിപ്പോ എങ്ങനെ ചെയ്യാ ഗൈസ്? ഞാനിവിടുന്ന് ബോർഡിന്റെ അകത്ത് എങ്ങനെ ഇരിക്കാൻ നോക്കട്ടെ കേട്ടാ. ഓ അണ്ടർമാൻ, എന്റെ കണ്ണിക്ക് എങ്ങനെ നോക്കിയോ. പക്ഷെ ഇപ്പൊ എനിക്ക് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ഇതിലൊന്നും അല്ല ഗൈസ്. എനിക്ക് അയണെങ്കിലും കിട്ടണം. അയൺ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെറ്റാണ് ഗൈസ്. അങ്ങനെയുള്ള സീനൊക്കെ ഉണ്ട്. എടാ ബോട്ട് ഇത്ര ഉള്ളൂ. ഓ, വേറെ എവിടെയെങ്കിലും വഴി കണ്ടെടുക്കാൻ നോക്കട്ടെ. അത് ശരി, ബോട്ട് ഇത്ര ഉള്ളൂ. ആ ഓക്കെ, ഇനി ഞാൻ കണ്ടുപിടിക്കാം. ഈ ഓക്കെ, ഞാൻ ബ്ലോക്ക് വെക്കാം, അല്ലാണ്ട് സീനൊന്നും ഉണ്ടാവില്ല. ഓ വൈറ്റിൻ്റെ നല്ലൊരു ഐഡിയ ഉണ്ട്. ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് വെക്ക, എന്നിട്ട് ഇവിടെ ഒരു ബ്ലോക്ക്. ഓക്കെ, സെറ്റ്. എന്താ ചെയ്യുക കഴിച്ചെങ്കിൽ ഇതിൽ ബുദ്ധി കൂടുതലാ. ഞാനിപ്പൊ തന്നെ സ്കെൽട്ടൻ ആണോ? ഓ അവൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മളത് തീർന്നു. സർവൈവലുകളുടെ തീർന്നു എന്ന് പറഞ്ഞാൽ തീർന്നു. ഓക്കെ ഏട്ടാ കഴിച്ച്, ഞാനിവിടെ അവൻ കേറി വരുവാന്ന് ഉറപ്പാണ് എനിക്ക്. അവൻ അടുത്തെത്തി തോന്നുന്നു. അവിടെ നിൽക്കുന്നു. അവൻ കേറുന്നില്ല. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ ബെഡ് വെച്ച് ഉറങ്ങാട്ടാ. ഒരു മിനിറ്റ്, ഈ ഓട്ടം ഇങ്ങനെ എടുക്കട്ടെ. ഞാൻ അങ്ങനെ ചാടി വീണാലോ. ഓക്കെ ഏട്ടാ, സെറ്റ് കഴിച്ച് നമ്മള്. ബെഡ് ഇരിക്കുന്നില്ലടാ. ഓക്കെ, ഇരുന്നു. ഓ ഒരു മിനിറ്റ്, ഞാനൊന്ന് നോക്കട്ടെ. എന്തോ കാര്യം കഴിച്ച് ഞാനിതുവരെ ഞാൻ പറഞ്ഞില്ല സീരിയസ് ആയിട്ട്. ഓക്കെ നമുക്കൊരു നല്ല സ്ഥലമാണ് കിട്ടിയെന്ന് തോന്നുന്നു. കുഴപ്പമില്ല കഴിച്ച്, എവിടെയായാലും കിടന്നുറങ്ങാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് എത്രയാണ്ട നൈറ്റ് എനിക്ക് ഓർമ്മയില്ല. സെക്കൻഡ് ആണെന്നായിട്ട് തോന്നുന്നു. ഓക്കെ ഗൈസ്, അവരൊന്നും ചത്തുണ്ടാവില്ല, വെള്ളത്തിലല്ലേ. ഒരുത്തനവിടെ ഡ്രൗൺ ആയി. പിന്നെ എനിക്ക് അതാണ് നിന്നെ തീരെ ഇഷ്ടാവാത്ത. സ്ക്രീപ്പർ നല്ല ഡാമേജ് ചെയ്യും, ബാക്കിയൊന്നും എനിക്കറിയില്ല. ഓക്കെ, നമുക്കൊരു ട്രഷർ മാപ്പ് കിട്ടിയിട്ടാ. ഓക്കെ, ഞാൻ വെച്ചെടുക്കാം. വേറെ തന്നെ എവിടെ എടുത്തേക്കണേ. ഓക്കെ, 11 മറ്റേ വെറും പേപ്പറാണ് കേട്ടോ. വെയിറ്റ് ഗായ്സ്. ഗായ്സ്, ഞാനേ ബെഡ് സ്പോണറൊക്കെ വെച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോഴാണ് ഓർത്തത് ഇടക്കിടക്ക് മറന്നുകൊണ്ട്. അതൊരു വലിയ സീനാണ് ഇപ്പൊ. ഓക്കെ, അവിടേക്ക് പോവാം നമുക്ക്. ഇവിടെ ഒന്നും കാണുന്നില്ല. പിന്നെ വെള്ളത്തിന്റെ അടുത്ത് നമ്മുടെ ഈ സ്റ്റാൻഡൊക്കെ നിൽക്കുന്ന സ്ഥലത്തില്ലേ, അവിടൊക്കെയാണ് മെയിൻലി മറ്റേ വില്ലേജിന്റെ ഒരു പ്ലാങ് ഒക്കെ വെച്ചിട്ടുള്ള വഴി ഉണ്ടാവില്ലേ, ഒരു ബ്രിഡ്ജ്. അത് വരുന്നത് ഇങ്ങനത്തെ സ്ഥലത്താണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ കാണുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. എനിക്ക് വില്ലേജ് അന്വേഷിച്ച് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ എന്താ കാരണം വെച്ചാലേ, എനിക്ക് വില്ലേജ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന്റെ അടുത്ത് തന്നെ ഒരു കേവ് ഒക്കെ ഉണ്ടാവും. അപ്പൊ പിന്നെ സുഖമായിട്ട് അയനും കിട്ടും. ഇത് ഈ അറിയാത്ത സ്ഥലത്ത് പോകണ അങ്ങനെ ഒരു സീനാണ് എനിക്ക് തോന്നി മനസ്സിലാവുക. ഓക്കെ ഏട്ടാ, നമ്മള് ബോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ.
ഓക്കെ, പിന്നെ ഞാൻ വുഡ് മൈൻ ചെയ്യുന്നുണ്ട്. എന്തിനാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ മൈൻ ചെയ്തിരിക്കും. പിന്നെ എന്റെ പിക്കാക്സ് ഏകദേശം പൊട്ടാറായിട്ടുണ്ട് കേട്ടാ. പിന്നെ ഇത് മാക്സും പൊട്ടാറായിട്ടുണ്ട്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെയ്യും. അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ കേട്ടോ ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കട്ടെ. ഓക്കെ ഗൈസ്, നമ്മുടെ ആക്സ് പൊട്ടിയിട്ട് ഗൈസ്. ഇനി നമ്മള് ഫർണസ് കൊടുക്കാം. പിന്നെ ഇത് കൊടുക്കാം. പക്ഷെ നമുക്ക് പറഞ്ഞ കുറച്ച് സ്റ്റേഴ്സ് കിട്ടിണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഇത് വെച്ചിട്ടൊന്നും ചെയ്യാൻ എനിക്കില്ല സത്യം പറഞ്ഞ. ഓക്കെ, നമ്മുടെ 17 കോള് നമുക്ക് ഫുഡ് കുക്ക് ചെയ്യണം കേട്ടാ. 21 ബീഫ് ഭയങ്കര സീനാണ്ട്. പക്ഷെ ഇതുവരെ എനിക്കൊന്നും കഴിക്കാനായിട്ട് വന്നിട്ടില്ല. ഞാനത് ശ്രദ്ധിക്കണേ. ഓക്കെ ഏട്ടാ ഗൈസ്, നമുക്ക് ആക്സ് ഉണ്ടാക്കണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഇതെന്തോ ഇത്. ഓക്കെ, ഒരു പിക്കാക്സ് ഉണ്ടാക്കി വെച്ചേക്കാം, ആവശ്യം വരും. അവിടെ ഓക്കെ, ഒരു പിക്കാക്സ് സെറ്റ് ആയിട്ട് ഇനി ഇതിന്റെ ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് ബോട്ട് കൈ പിടിച്ച് വെച്ചേക്കാം കേട്ടോ. ഓക്കെ, നമ്മുടെ ഈ ട്രഷർ മാപ്പ് പിന്നെ നോക്കണം. അവിടെയാണ് കാണിക്കണ വോയിസ്. അവിടെ ആ ഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ചിക്കനെ കണ്ടിട്ട് തോന്നില്ലേ ഉണ്ടാവില്ല. ഓക്കെ ഡേസ്, നമ്മൾ ചിക്കന് കുക്ക് ചെയ്യാനിട്ടുണ്ട്. ചിക്കൻ ബീഫ് ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മള് പിന്നെ ഫുഡ് കളക്ട് ചെയ്യാനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഗൈസ്. എന്താ വെച്ചാ കഴിച്ച് എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് കാര്യം. ഒന്നും റിയൽ ലൈഫിൽ കിട്ടില്ല. അത് കാരണം ഇതിലെന്നെ കഴിക്കാണ് ഗൈസ്. അങ്ങനെ കുറച്ച് ബുദ്ധിയുള്ള കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കണ ഇപ്പൊ. ഇത് കുക്കായില്ലോ എടാ, എനിക്ക് ലാഗ്. ഓക്കെ, ലാഗ് നമുക്ക് സീനില്ല. ഓക്കെ ഓക്കെ, ഷീപ്പ് ഉണ്ട്. വെയിറ്റിന് ബെഡോ? ഞാൻ ബെഡ് ഉണ്ടെന്നുള്ള കാര്യം തന്നെ പറഞ്ഞു. എന്നുവെച്ചാ മറ്റേ ബോട്ടിൽ നിർത്താനുള്ള കാര്യം. ഓക്കെ, ഇത് ചേടാ എന്തെങ്ങാനും കഴിയോ? ഓക്കെ, നമുക്ക് തൽക്കാലത്തിൽ ഇത്ര മതി കഴിച്ച്. ഇതിനെ നല്ലോണം ഉണ്ടാവും കഴിച്ച്. ഓക്കെ ഡേസ് എടുത്തിട്ടുണ്ട് സാധനങ്ങള്. ഇനി നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഈ ഒരു വഴി നമുക്ക് പോകണ്ട. ഓ മൈ ഗോഡ്, എനിക്ക് ലാഗ് അടിക്കണ്ടേ. ഞാൻ ടെക്സ്ചർ ബാഗ് വരെ മറന്നുപോയി. ഓക്കെ, നമ്മൾ ഈ വഴി പോകുന്നുണ്ട് കേട്ടാ. ഓക്കെ, നമ്മൾ ഇവിടെ എനിക്കാണെങ്കിൽ ഗൈസ് വെയിറ്റ്, ആ കാണുന്നത് സ്നോ ബയോമാണോ? വെയിറ്റ്, ആ വഴി പോവാം. ഓക്കെ, ഗൈസ് നമ്മള് സ്നോ കണ്ടുപിടിച്ചു കേട്ടോ. സ്നോ ബയോം എത്തിയതാ. സത്യം പറയാലോ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ബയോമാണ് കേട്ടോ സ്നോ ബയോം. ഞാൻ ഇവിടെ എനിക്ക് ഓടിക്കളിക്കാൻ പറ്റില്ല. നമ്മൾ ആ വഴി പോയി നോക്കാട്ടാ. സ്നോ ബയോം എനിക്ക് സത്യം പറഞ്ഞ തീരെ ഇഷ്ടമല്ല, വിശ്വാസക്കുറവ് അങ്ങനെ ഒരു സംഭവമുള്ള. എന്നുവെച്ചാ നിങ്ങൾക്കറിയായിരിക്കും മറ്റേ പൗഡർ സ്നോയിൽ അങ്ങനെ വീണ് കഴിഞ്ഞാ നിങ്ങൾക്കറിയാം. വെയിറ്റ്, ഇവിടെയാണ് നമുക്ക് പട്ടിക്കുട്ടീനൊക്കെ കിട്ടുക. പിന്നെ എന്തായാലും ഞാൻ ഇനി കണ്ട ഒരു കേവിൽ ഇറങ്ങും. റവീനാണെങ്കിൽ ഇറങ്ങാനായിട്ട് ശ്രമിക്കാട്ടോ ഗൈസ്. അതല്ലാണ്ട് നമുക്ക് മറ്റേ ഇത് കിട്ടില്ല. എന്താ പറയാ, അയ്യോ എന്റെ പേര് മറന്നു. അയ്യോ അതിന്റെ പേര് എന്നിട്ടായിരുന്നു മറ്റേ ഇത് അതിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അകത്ത് കയറി കഴിഞ്ഞാൽ കിട്ടുന്ന സാധനമാണ്. അതിന് ശേഷം കിട്ടുന്നതാണ് നമുക്ക് ഗോള് സ്റ്റോണും. ഞാൻ ഉദ്ദേശിച്ച സംഭവം വോൾഫായിരുന്നു കേട്ടോ. ചെന്നായ, നമുക്ക് ചെന്നായനെ ടൈം ചെയ്യാം. ഇവിടെ ഉണ്ടാവണ്ടാണല്ലോ ചെന്നായ. പക്ഷെ ഇവിടെ വല്ല വില്ലേജ് ഉണ്ടാവോ? ഞാൻ എപ്പോഴും വില്ലേജ് ആണല്ലോ തപ്പണേ.
ഓക്കെ എനിക്ക് ഈ സ്നോ ബയോ ഇവിടെ സ്നോ ബയോ സീനില്ല. വേറെ എവിടെയെങ്കിലും സ്നോ ബയോ ഉണ്ടെങ്കിലാണ് എനിക്ക് സീനാവുക. നമുക്ക് ഈ വഴി പോയി നോക്കാം. ഇവിടെ എന്താ ഒരു കേവ് പോലെ സംഭവമാണോ? അല്ല, പക്ഷേ എന്താ ഓക്കെ ഏട്ടാ, നമുക്കൊരു സ്ഥലം കിട്ടിയിട്ടാ. ഒരു അയ്യോ എടാ, ഞാനിവിടെ എന്നാ നെങ്ങുന്നില്ല. ഞാൻ എപ്പോഴാ പറയാൻ കഴിച്ചു. ഞാൻ വെറുതെ സീൻ എടുക്കണ്ട, സീ വഴി പോവാ. എന്റെ പൊന്നോ, എങ്ങനെയാടാ മറ്റേ ഈ മൈൻക്രാഫ്റ്റ് യൂട്യൂബേഴ്സ് ഒക്കെ ഇത് എടുക്കണേ? എടാ ഇങ്ങനെ ഞാൻ ചാവും. അപ്പോഴാണ് ഇനി ഇത്. ഓ, എനിക്ക് തോന്നുന്നു കഴിച്ച് ഹാർഡ് കോറിൽ അല്ലെ, ഞാൻ ഡിഫിക്കൽട്ടി ഹാർഡിൽ ഇട്ടതിന് ശേഷേ ഹാർട്ട് റീജനറേഷൻ കുറച്ച് സ്ലോ ആവുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന്. എനിക്കറിയില്ല അങ്ങനെ ഉറപ്പായിട്ട്, പക്ഷെ ഞാൻ ചിന്തിച്ചൊന്ന് ആലോചിച്ച് പറഞ്ഞു. ഓക്കെ, നമ്മുടെ ഹാർട്ട് തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടാ. ഓ ഭാഗ്യം. ഓക്കെ, ഇനി ഞാൻ ഈ വഴി കേറാൻ നോക്കട്ടെ. വെയിറ്റ് കേറാല്ലായിരുന്നു, ഈ വഴി എനിക്ക് പോണം. ഓ വൈകി ഇവിടെ നല്ല ഇത് കിട്ടും, ഷീൽഡ്. അതിനുള്ള സംഭവം വെയിറ്റ് വെറുതെ കേറി ഇറങ്ങായിരുന്നു. ഇവിടെ അടുത്ത് വെള്ളം. ഓ, എല്ലാത്തിനും ഈ വാട്ടർ ബക്കറ്റ് വേണമല്ലോ. ഞാൻ കഴിഞ്ഞ ഇവിടെ പറഞ്ഞ. ഓക്കെ, നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവിടെ താഴത്തേക്ക് അവിടെ താഴെ വാട്ടർ ഉണ്ടാ? ഓ, മറ്റേ ബയോമാൻ്റെ കൈസ് അവിടെ ഒരു വെള്ള സംഭവം. ഞാൻ വാട്ടർ ആണ് കുടിക്കാൻ നോക്കട്ടെ കൈസ്. എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാട്ടെ കൈസ്. നമ്മളിവിടെ വഴി കണ്ടുപിടിച്ചുട്ടാ. ഓക്കെ, എനിക്ക് ഇവിടെ അടുത്തൊന്നും വെള്ളമില്ലടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിച്ച് ഞാൻ എന്തായാലും റെവീനിലോ കേവിലോ ഇറങ്ങുമെന്ന്. പക്ഷെ ഇപ്പൊ വൈകുന്നേരം ആവാറായിട്ടില്ല ശരിക്കും. ഞാൻ എന്തായാലും ഇതിൽ ഇറങ്ങാൻ പോവാണ്ട് കഴിച്ച്. നമ്മുടെ സർവൈവൽ അല്ല, ഹാർഡ് കോർ വേൾഡ് ഇവിടെ നിൽക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് ഇപ്പൊ കണ്ടറിയാട്ടെ കഴിച്ച്. ഓക്കെ ഡേസ്, നമ്മള് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പൊ ഞാൻ എന്താണ് ചിന്തിക്കാന്ന് വെച്ചാൽ എന്റെ കൂട്ടുകാരൻ പറഞ്ഞു തന്നൊരു വഴി നമുക്ക് ചെയ്യാം. വീട്ടിലെ ശരിക്കും നൈറ്റ് ആവുന്നുണ്ട്. നമ്മള് നമ്മളോ കുഴപ്പമില്ല. എന്താന്ന് വെച്ചാൽ നമുക്ക് നൈറ്റ് ആവുന്ന ദിവസം നമുക്ക് കിടന്നുറങ്ങാം. നൈറ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യട്ടെ. പിന്നെ ഓ മൈ ഗോഡ്നെസ്, റെസ്പോൺ പോയിന്റ് സെറ്റ് എന്നാ കാണിക്കുന്നത്, പക്ഷെ നമ്മള് ചാവുന്നുള്ള കാര്യമുണ്ട്. ഓക്കെ, ഇവിടെ എത്തിയ ശേഷം നമ്മള് സൈഡിൽ കൂടെ മൈൻ ചെയ്ത് പോകാനാണ് ഞാൻ പ്ലാൻ ഇടുന്നത്. ഞാൻ ആലോചിക്കട്ടെ, അത് ചെയ്ത് നോക്കട്ടെ ഈ സംഭവം. ഓക്കെ ഗൈസ്, നമ്മൾ ഈ വഴി എത്തിയിട്ട് ഈ വഴി എല്ലാം ഇറങ്ങണ്ടേ? എന്നാ ഇങ്ങനെ ഒരു സ്പൈഡർ ഇവനെങ്കിലും വന്നിട്ട് നമുക്ക് ഹാർഡ് കോർ വേൾഡ്. അതെ വരുന്നുണ്ടല്ലോ. നീ പോയാ പൈസ നമ്മളൊന്ന് തട്ടിട്ടാ അവൻ നമ്മളെ അറ്റാക്ക് ചെയ്യുമ്പോ. ഇല്ല, നമ്മൾ അറ്റാക്ക് ചെയ്തില്ല. എനിക്ക് ഈ സ്നോബിൽ കൂടെ ഓടാൻ തീരെ താല്പര്യമില്ല. പൈസ നമുക്ക് ഈ വഴി ഇറങ്ങാം. ഓക്കെ എന്താ ഇത്? ഓ, ഓക്കെ ഗൈസ്, നമ്മൾ ഈ വഴി ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. നമ്മുടെ ആദ്യ ഫിക്കാക്സ് പൊട്ടിട്ടാ ഇപ്പളാ പൊട്ടണേ. ഓക്കെ, ഇവിടെയാണ് ഗൈസ് നമുക്ക് സീൻ വരണേ. ഓക്കെ ഏട്ടാ ഗൈസ്, ഇവിടെ സീൻ ഉണ്ടാവില്ലായിരുന്നു ചാടിയാലും. പക്ഷെ ഗൈസ് നമ്മള് ഫുള്ള് പ്രൊട്ടക്ഷൻ ആയിട്ട് വേണം ഗൈസ് പോവാൻ. ഓക്കെ, ശ്രദ്ധിച്ച് പതുക്കെ. ഓ
വേർത്തോ ഒരു മിനിറ്റ് നീങ്ങിയത് ഞാൻ ഇവിടെ ആകെ വേർത്തു വന്ന് ഫാനിട്ട് എടുക്കുന്നു വയസ്സൊക്കെ. ഓക്കെ ഡേയ്സ് നമ്മള് ഇവിടുന്ന് എന്താ വെച്ചാ ഇപ്പുറത്തേക്ക് കാണുന്ന രീതിയിൽ പോവാം. അപ്പൊ എനിക്ക് പിന്നെ സീനൊന്നും അധികം ഉണ്ടാവില്ല. അപ്പൊ ഇറങ്ങാൻ നോക്കാട്ടാ. ഇവിടെ നിന്ന് ഇങ്ങനെ കുഴിക്കാം. ഇവിടെ നിന്ന് കുഴിച്ചാ ഞാൻ ഓടി വരുമ്പോ സ്ഥലം ഉണ്ടായില്ലല്ലോ. ഓക്കെ ഞാൻ ഇവിടെ നിന്ന് വെക്കട്ടെ. ഞാൻ തന്നെയാണ് കഴിച്ച് ഇതിലൊക്കെ പോയി വീഴാതെ. ഓക്കേടോ സെറ്റ് വീഴല്ലേ. ഓക്കെ നമ്മൾ ഇവിടുന്ന് താഴത്തോട്ട് മൈൻ ചെയ്യാൻ പോകണ്ട. ഓടാ എൻ്റെ ടോർച്ച് ഇരിക്കുന്നുണ്ടോ? ഇല്ല, ടോർച്ച് ഇരിക്കുന്നില്ല. ഓക്കെ ഇൻ കേസ് എനിക്കൊന്നും കണ്ടില്ലല്ലോ. ഞാൻ ഓക്കെ ഇവിടേക്കാണ് പോകണ്ടേട്ടാ. ഇവിടേക്കൊന്ന് മൈന് നോക്കട്ടെ. ഗോള് കിട്ടിയ വളരെ നന്ദി. വെയിറ്റ് ഇതൊക്കെ നമ്മള് കൊറേ പ്രോ പ്ലേയേഴ്സ് കണ്ടല്ലേ. അത് ശരിയാ, ഗോൾ അങ്ങോട്ട് പോയി. എനിക്ക് തോന്നി കേസ് ഞാൻ എന്തായാലും പോയി ചാവും. അതാണ് ഞാൻ ശ്രദ്ധയോടെയാണ് കളിച്ചത്. വേർക്കട്ടോ. ഞാൻ ഇതിനൊക്കെ എങ്ങനെയാ കുറച്ച് പ്രോ. ഓക്കെ നമുക്ക് ധൈര്യമായിട്ട് ഇവിടേക്ക് താഴോട്ട് മൈൻ ചെയ്യാം. ഈ വഴി പോയി. ഡാർക്ക് സീൻ. ഓക്കെ നമുക്ക് അയം കിട്ടിട്ടാ വീടല്ലേ. ഓക്കെ ഡൈസ് നമ്മള് ഇതുവരയ്ക്കും ഈ വേൾഡിൽ സത്യം പറഞ്ഞ മര്യാദക്ക് തന്നെയാണ് കളിച്ചത്. ചാവാതെ വളരെ സൂക്ഷ്മതയോടെ. ഓക്കെ നമ്മൾ ഈ വഴി ഇപ്പൊ ഇറങ്ങിയിട്ട് കാലം നമുക്ക് മനസ്സിലായി എവിടെയാണ് അയനുള്ളതെന്ന്. സോ ഗൈസ് നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാല് എൻ്റെ ഇപ്പൊ എത്ര ബ്ലോക്ക് ഉണ്ടെന്ന് നമ്മൾ നോക്കും. എത്ര മണി ശരി എത്ര മണിയല്ല ടൈം ഇപ്പൊ എത്ര നോക്കട്ടെ. ഒരു മിനിറ്റ്. ഞാനിപ്പോ എഴുതുന്ന എവിടെയാ. ഓക്കെ നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാലേ ഹെൽത്ത് പോയതോ. എവിടെ സൗണ്ട് ഒന്നും കേക്കുന്നില്ലല്ലോ. വേൾഡ് ഓൺ ആക്കിയിട്ടുള്ള സൗണ്ട് ഒന്നും കേൾക്കണില്ല. ഇതിന്റെ ഓക്കെ ഇപ്പൊ നമ്മൾ ഇവിടെ എത്തിയില്ലേ ഗൈസ്. നമ്മള് താഴത്തോട്ട് മൈൻ ചെയ്യാനുള്ള പരിപാടിയാ. അപ്പൊ നമ്മൾ താഴത്തോട്ട് മൈൻ ചെയ്യുമ്പോ എന്താ സീന്ന് വെച്ചാല് ഒന്നെങ്കിൽ നമ്മൾ ചാവും. അപ്പൊ നമ്മുടെ 64 കോബിൾ സ്റ്റോൺ കിട്ടും. അത് കാരണം വലിയ സീൻ ഉണ്ടാവില്ല. ഗൈസ് നമ്മള് എവിടെയാണ് മൈൻ ചെയ്യാന്ന് വെച്ചാല് നമുക്കൊരു നല്ല സ്ഥലം നോക്കാം. ഈ റിസ്ക് പരിപാടിയാണ് എനിക്കറിയാം ഗൈസ്. പക്ഷെ എനിക്ക് കുറച്ച് ബുദ്ധിയുള്ള കാരണം ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റും. അപ്പൊ വലിയ സീൻ ഇല്ല എന്നാണ് തോന്നുന്നത്. ഈശ്വര അവിടെ അവിടെ ഉണ്ട് ഗൈസ്. അവിടെ പോവാ. അവിടെ അല്ലേ. ഓക്കെ ഗൈസ് നമ്മള് ഹയം വേറെ സ്ഥലത്തും കണ്ടുപിടിച്ചുട്ടാ. ഇവിടെയാണ് അവര് പോയ ഞാൻ കാണണ്ടേ. ഫുഡല്ലുള്ള കഴിക്കാൻ. ഓക്കെ നന്ദി. ഇവിടെ എന്റെ കേസ് നമ്മള് കണ്ടേ. ഞാൻ ഇവിടെ മൈൻ ചെയ്യട്ടെ ആദ്യം. പേടിയാടോ. ഇങ്ങനെ മൈൻ ചെയ്ത് പോവാട്ടോ. ഞാൻ താഴ്ത്തിട്ട് വിളിക്കാട്ടോ. ഓക്കെ ഗൈസ് നമുക്ക് അയം കിട്ടിട്ട ഗൈസ്. ഓക്കെ ഗൈസ് ഫൈനലി നമുക്ക് അയം കിട്ടിയേക്കട്ടെ ഗൈസ്. വേൾഡിൽ ഹാർഡ് കോർ വേൾഡില് ഞാൻ അയം കളക്ട് ചെയ്തിട്ടെ ഗൈസ്. എന്നിട്ട് നമ്മള് നൈറ്റ് സ്കിപ്പ് ചെയ്യാനാണ് പരിപാടി. അത് എങ്ങനെയാന്ന് ചോദിച്ചാൽ അറിയില്ല. ഈ അയം കളക്ട് ചെയ്യാനൊന്നും ഇല്ലേ.
ഗൈസ് നമുക്ക് വെതറി കളയാട്ടോ. ഓക്കെ ഓക്കെ 4 നമുക്ക് അത്യാവശ്യം വലുത് കിട്ടി. ഓ അയൺ എണ്ണയുണ്ടാ ഗൈസ്? ഇവിടം വരെ വന്നല്ലേ. അപ്പുറത്തുനിന്ന് അയൺ കളക്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ ഇവിടെ അയൺ ഇല്ല. ഓ ഇവിടെ ഒരു കേവാണ് ട്ടോ ഉള്ളേ. അവിടെ നിന്നല്ലേ നമ്മളൊരു അയൺ കണ്ടേ? അവിടെയാണോ കണ്ടേ? അറിയില്ല ഗൈസ്. നമുക്ക് മോൾക്ക് ഇനിയിപ്പോ തിരിച്ചു പോണോട്ടോ ഗൈസ്. അവിടെ ഇല്ല ഞാൻ അയൺ കണ്ട. അവിടെ താഴെ തോന്നല്ലേ? അതെ അപ്പട്ടെ അത്ര അടുത്താണോ? പോയിട്ട് നോക്കാം. ഈശ്വര രാവിലെ അല്ലേ? ഓക്കെ ഗൈസ് നമ്മൾ ഇവിടം വരെ എത്തിട്ടാ. ഇനി നമ്മള് സൈഡിൽ കൂടെ പോകണോ? ഓക്കെ ഇവിടെ സൈഡിൽ കൂടെ പോകാൻ വഴിയില്ല. ഓ എടാ ചാടല. ഓക്കെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് തൽക്കാലത്തിന്. ഓ ഇനി ഇവിടെ വഴി അടക്കട്ടെ കേട്ടോ. എനിക്ക് പേടിയാകുമ്പോ അത് ചാവണൊക്കെ. ഏതാ നിങ്ങൾക്ക് ഇങ്ങനെ കളിക്കാനാണ് ഇഷ്ടം? സോളോവേനെ കളിക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞ ഇതാ രസം. സത്യമല്ലേ? അതുപോലെ കിട്ടി. ഓക്കെ ഡേസ് നമ്മൾ തിരിച്ചു പോകാനുള്ള പരിപാടി ഉണ്ടോ? ഓ മോൾക്ക് പോകാനായിട്ട് നമ്മള് ഒരു നൈസ് സംഭവം ഉണ്ടാക്കണം. ഓ ശരി. ഓക്കെ ഇവിടെ പോവാം. ഓ ഞാൻ വഴി മറന്നുപോയി. ഓക്കെ നമ്മൾ സെറ്റാണ് കൈസ്. നമ്മള് തിരിച്ച് മോൾക്ക് പോകണ്ട കൈസ്. എന്റെ കളിയ നമ്മളങ്ങനെ ഫസ്റ്റ് തായണൊക്കെ എടുത്ത്. അപ്പൊ ഞാൻ ഈ വഴി ഇറങ്ങിയ. ഈ വഴി പോണായിരിക്കുന്ന നല്ലത്. നമ്മളെന്താ ചാടിയൊന്നും ഓടിയൊന്നും സീനാക്കണ്ടല്ലോ. ഓക്കെ നമ്മളങ്ങനെ അയണൊക്കെ എടുത്തു. ഈ വഴി ഇനി കേറാൻ നോക്കാം. അങ്ങനെ അയൺ കിട്ടി. ഇനി നമ്മള് അയൺ വെച്ചിട്ടുള്ള പരിപാടികൾ തുടങ്ങാം. ഇപ്പൊ എത്ര അയൺ ഉണ്ടായിരുന്നില്ല? ഓ സ്നോ തുടങ്ങിയല്ലേ? സ്നോ സീൻ ഉണ്ടാവില്ല. അതിന്റെ ഇപ്പൊ ലാഗും വന്നത്. ഓക്കെ ട്ടാ ഗൈസ് നമ്മള് ഭയങ്കര ലാഗ് അടിക്കട്ടോ. വീഡിയോയിൽ എനിക്ക് പറഞ്ഞ ലാഗൊന്നും തോന്നില്ല ഗൈസ്. വീഡിയോ റെക്കോർഡ് ചെയ്യാൻ എത്ര 30 ഫ്രെയിംസിലാ. അത് ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. പക്ഷെ ഇത് സീനാണ് ഗൈസ്. ഗൈസ് ഞാനിപ്പോ കിട്ടിയത് വെച്ചാൽ എനിക്ക് അയൺ കിട്ടിയിട്ടുണ്ട്. 11 അയൺ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. എനിക്ക് തോന്നുന്നു നമുക്ക് ഇവിടെ നിന്ന് നീങ്ങേണ്ട സമയമായിരുന്നു. നൈറ്റ് ആയ. ഓക്കെ നൈറ്റ് ആയിട്ടില്ല. എത്രയാണ്? എവിടെയാണ് സൂര്യൻ? ശരി സൂര്യനൊന്നും കാണാനില്ലേ. പക്ഷെ ഇവിടെന്ന് എനിക്ക് ഈ സ്നോ ബയോമിൽ നീ കിട്ടിയാൽ മതി. ഇവിടെ വന്നിട്ട് നമുക്ക് ആകെ ഒരു ഉപകാരം ഉണ്ടായത് അയൺ കിട്ടിയതാ. ഇവിടെ സാധനം ഉണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ അറ്റാക്ക് ചെയ്യണ ഗൈസ്. അയ്യോ എന്റെ അയണൊന്നും ഇല്ലടാ. ഓക്കെ ഗൈസ് ഞാൻ ഫുഡ് കഴിക്കട്ടെ. എന്താണ് സീൻ വെച്ചാല് എന്റെ കളിയുടെ നമ്മള് സാധാ ഇത് കളിക്കണ പോലെ അല്ലല്ലോ. ഞാനിത് ശ്രദ്ധിച്ച് കളിക്കണം. ഇപ്പൊ പോയനെ വേൾഡൊക്കെ. ഓക്കെടാ ഞാൻ ഇവിടെ നിന്നും ഒന്ന് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് പോകാനാണ് പരിപാടി. താങ്ക് യുടാ. ഓക്കേടാ റീജനറേഷൻ പിന്നെയും വന്നിട്ടുണ്ട് കേട്ടോ. അതോടെ നമ്മൾ മട്ടൻ കഴിച്ചു പോയി. ഓക്കെ ഇനി നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ അയൺ സ്മെൽറ്റ് ചെയ്യാൻ പോണേ. മെൽറ്റ് ചെയ്യാൻ പോണേ. ഞാൻ അങ്ങനെ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ എന്നാലും അറിയാണ്ട് പറഞ്ഞു. ഓക്കെ ഡേയ്സ് നമ്മൾ അയൺ സ്മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടാ. നൈറ്റായി ഞാൻ കിടക്കട്ടെ. എവിടെ എൻ്റെ ഇതെങ്ങിട്ട് ഇവിടെ കിടക്കുന്നേക്കാൾ അവിടെ കിടക്കുന്നതായിരിക്കും. ബെഡ് എവിടെ? ഓക്കെ ട്ടാ ഗൈസ് നമ്മളവിടെ കിടന്നു കേട്ടോ ഗൈസ്. നമ്മുടെ വേൾഡ് ഇപ്പോ ഏകദേശം സെറ്റ് ആയിട്ടാ. ഓക്കെ നമ്മളങ്ങനെ ഇതിലാകെ ചെയ്ത് ഗൈസ് ഫസ്റ്റ് ആയിട്ട് അയൺ കിട്ടി എന്നുള്ള കാര്യമാണ് ഗൈസ്. നമ്മുടെ ഈ അയൺ സ്മെൽറ്റ് ആവട്ടെ ഗൈസ്. എന്നിട്ട് ഞാൻ കാണാട്ടാ. ഓക്കെ നമുക്ക് മെൽറ്റ് ആയി നമുക്ക് 9 അയൺ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ 9 അയൺ വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോണെന്ന് വെച്ചാ നമ്മൾ ഇവിടെ നിക്കണത് സേഫ് ആണെന്ന് ചോദിച്ചാ എനിക്കൊന്ന് നോക്കോ.
എനിക്ക് സീനൊന്നും ഇല്ല ഗൈസ്, നമ്മൾ ഇതങ്ങ് പൊട്ടിച്ചോളിയാ തന്നെ, എവിടെയാലും പോയി ചാവട്ടെ സാധനം. ഓക്കെ ഇപ്പോഴാണ് നമുക്ക് ശരിക്കും അയനിന്റെ ആവശ്യം വന്നിട്ട് ഗൈസ്. ഓക്കെ ഞാൻ ഇപ്പൊ എനിക്ക് ഇങ്ങനെ അത്യാവശ്യം സന്തോഷമൊക്കെ വന്നു എൻ്റെ മുഖത്ത്, കാണിക്കാൻ പറ്റില്ല എന്നാലും ഗൈസ് നമ്മള് വെച്ചിട്ടുണ്ട്, ഇത് വെച്ചിട്ടുണ്ട്. വേ ടു ഗോ ഗൈസ്, നമുക്ക് അങ്ങനെ. ഓക്കെ ഗൈസ് വെച്ചു. ഷീൽഡ് എവിടെ? വെയ് നമ്മള് വലിച്ചെറിഞ്ഞ ഷീൽഡ്. ഷീൽഡ് എവിടെ? ഷീൽഡ് ഞാനല്ലേ ഡബിൾ ഡബിൾ എന്താ സംഭവിക്കുക? ഷീൽഡ് പുറത്തേക്ക് ചാടും. അയം പോയടാ എന്റെ. ഒരയം പോയല്ലോ. വെയിറ്റ് ഗായ്സ്, എവിടെയാണ് ഷീൽഡ് ഉണ്ടാവുക? എടാ എന്റെ ഷീൽഡോ ഗായ്സ്, എന്റെ ഷീൽഡാണല്ല. അതാ എനിക്ക് ഇവിടെ ഇരിക്കണ്ടാവില്ല ഇപ്പൊ തന്നെ അത്. വാച്ച് ബ്രോ, വാച്ച് ഇസ് ദിസ്? എന്തുടാ എന്റെ ഷീൽഡ് വേണം അറിയാൻ പറ്റുമോ? ഹായ് അറിയാലോ, പക്ഷെ എന്റെ ഷീൽഡ് അവിടെ. ഓ മാൻ, ഞാൻ ഒരെണ്ണം കൂടി ഉണ്ടാക്കേണ്ടി വരും ഗൈസ്. അത് പ്ലാങ്ക്സ് ഇല്ലാത്തതാണ് കേട്ടോ, ബാക്കിയുള്ളതൊക്കെ സെറ്റാണ്. ഓക്കെ ഞാൻ മാനുവലി ഇത് ഫിറ്റ് ചെയ്യാൻ നോക്കട്ടാ. എന്നാലും എന്റെ ഷീൽഡ് അവിടെ പോയിന്ന്. ഓക്കെ എന്റെ ഷീൽഡ് കാണാല്ലേ ഗൈസ്, അപ്പൊ അത് അടിപൊളി കാര്യമാണ് ട്ടാ. ഇതായിരിക്കണ എന്റെ കയ്യില് വെറുതെ ഷീൽഡ് ഉണ്ടാക്കി. ഓക്കെ ഇവിടെ കുറച്ച് കോള്. എടാ കോള് കയ്യിലെടുക്കാൻ പറ്റില്ല ഇപ്പൊ, എന്തൊരു കഷ്ടാടാ. എന്തൊരിപ്പൊ കളയാ. ഇതുണ്ട് ചെസ്റ്റാ, എനിക്ക് അവിടെ നിന്ന് ചെസ്റ്റ്. വെയിറ്റ് അതല്ല, ആപ്പിളൊന്നെങ്കിൽ വേണ്ട. വെയിറ്റ് ശനിയാണ് നമ്മുടെ പരിപാടി. ക്രീപ്പർ താണ്ട നിക്കണു, അവൻ താഴെ ഉണ്ട് ഇപ്പൊ. ഓക്കെ ഞാൻ ദിസ് ഈസ്. ഇങ്ങനെ അങ്ങ് ചാടി അങ്ങനെ അങ്ങ് ഹെൽത്ത് പോവാ, അതിനേക്കാൾ നല്ലത് ഇറങ്ങണ. ക്രീപ്പർ ഇത്ര ബൈ പൊട്ട്. യെസ് ഗായ്സ് ഫൈനലി ബാക്കിന്ന് പൊട്ടി എന്നോടൊന്നും പറയത്തിട്ടാ ഗൈസ്. നമ്മൾ അങ്ങനെ ഷീൽഡ് ഉണ്ടാക്കിയിരിക്കുന്നു ഗൈസ്. ഇല്ല ആർമർ വേണോന്ന് ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല എങ്ങനെയാ സംഭവം എന്നൊന്നും. ഓക്കെ നമ്മൾ ട്രാവൽ തുടങ്ങാൻ. ഓ വെയിറ്റ് ഗൈസ്, ഇവിടെ എന്തോ EXP പോയിന്റ്സ് ഇറങ്ങുന്നുണ്ട്. ഓക്കെ നമ്മൾ എന്താണ് ചെയ്യണമെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എന്റെ മനസ്സിലൊന്നും തോന്നുന്നില്ല ഗൈസ്. ഇവിടെ നിങ്ങക്ക് കാണാൻ പറ്റും എന്റെ അയൺ സെറ്റ് അതിന്റെ. വെയിറ്റിന് ഏടാ എനിക്കൊരു വില്ലേജ് കണ്ടെടുക്കണം. ഇതേ ഗൈസ് നമ്മള് എനിക്ക് തോന്നുന്നു വന്ന വഴി തിരിച്ചെത്തി എന്നില്ലല്ലേ. ഓക്കെ ഗൈസ് നമുക്കൊരു കേവ് കിട്ടിയിട്ടാ, അത് അത്യാവശ്യം വലിയ കേവാണല്ലോ ഗൈസ്. കേവ് എന്നും പറഞ്ഞ് ചാടിപ്പോവാനാണ് ഞാൻ അങ്ങനെ ചാടല്ലോ ഓക്കെ അവിടെ ഒരു കോൾ ഇരിക്കുന്നുണ്ട് ഗൈസ്. ആ ഒരു കോളിന് വേണ്ടി ഞാനത് പോകും നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പോകും ഗൈസ്. ഞാൻ എനിക്ക് കോളിൽ ഭയങ്കര സ്നേഹമുള്ള ആളാണ്. കോള് കിട്ടി. ഓക്കെ നമ്മൾ തിരിച്ച് മുകളിൽ കയറിയിട്ടുണ്ട്. നമ്മുടെ കോളുമായിട്ട് ഫുഡ് പറയുന്നുണ്ട്. ഞാൻ ഒരു ബീഫ് ആയിക്കട്ടെ. ബീഫിന് ഭയങ്കര പവറാണല്ലോ. ഓക്കെ നമ്മളങ്ങനെ സ്നോ ബയോ കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ശ്രദ്ധിച്ചേ നമ്മുടെ സ്നോ നമ്മൾ വിട്ട് പിരിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ട് അവിടെ സ്നോ ഉള്ള
നമ്മുടെ ബോട്ടും കയ്യിലുണ്ട്. നമ്മൾ ട്രാവൽ ചെയ്യാൻ ഇറങ്ങിയതാണ് ഗൈസ്. നമ്മൾ പിന്നെ ട്രാവൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പറ്റി പറഞ്ഞോ. ഏയ് നമ്മള് നോവേ അല്ല ശേ അങ്ങനെ മലയാളം മലയാളം ഓ എന്തുടാ നമ്മള് തിരിച്ചാ സ്ഥലത്തെത്തിയ ഈശ്വര ഈ നോ നോ മോർ ഈശ്വര സ്ഥലത്തെത്തിയോ എടാ പിന്നെയും എടാ നമ്മള് കീംസ് അല്ല ഞാൻ അവിടെ നിന്ന് ട്രാവൽ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ ഓ ആ വഴി എവിടെ ഇറങ്ങാൻ വഴി നോക്കട്ടെ. ഇതൊക്കെ എന്ത് നമ്മള് പറയണ്ടേ ഒരു പതി ഇങ്ങനെ ഇറങ്ങിപ്പോയി നമ്മളെ ഹെൽത്ത് അറിയില്ല. ഓക്കെ നമ്മള് വേറൊരു രവീനെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. ഐ താട്ടിയാവാത്താട്ട കഴിച്ചു. ഞാനിങ്ങനെ സ്കില്ലൊക്കെ ഇട്ട് നോക്കും കഴിച്ചു. നമ്മളെ സ്കില്ല് വീണില്ലേ വീണില്ല പോയാ പോയിട്ട്. ഓ ഷീപ്പ് അടുത്തേ കണ്ട് അടുത്തതിനെ ഫുഡൊക്കെ ഓൾറെഡി സെറ്റാണ് നമ്മുടെ. ഇനിയൊന്നും ഷീപ്പിനൊന്നും ആവശ്യമൊന്നുമില്ല. ഓക്കെ ഇതൊക്കെ സെറ്റ് ആയതിനു ശേഷം കഴിച്ച് നമുക്ക് ഹീറോ ബ്രെയിനെ ഒന്ന് കാണണം. എന്നെ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണം. ലൈഷ് ഇവിടെ അത് കിട്ടത്തില്ലല്ലോ. ഇവിടെ ഞാൻ എന്റെ ഹൗസ് പണിയണം. അതാണ് എന്റെ പ്ലാൻ ഗൈസ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഗൈസ്? ഞാൻ ഇവിടെ എന്റെ ഹൗസ് പണിയാനോ? വെയിറ്റ് ഇവിടെ എന്താ? ഓ ഹൗസ് പണിയാൻ പറ്റിയ സ്ഥലം ഈ ഭാഗം നടക്കട്ടെ ഗൈസ്. ഞാൻ എന്തായാലും നമ്മുടെ അങ്ങനെ മെയിൻ പരിപാടിക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ വീട് ശരിയാക്കൽ പരിപാടി ഗൈസ്. അങ്ങനെ ആ പരിപാടി നമ്മൾ തുടങ്ങാനുള്ള പരിപാടിയാണ് തുടങ്ങുന്നത്. അടുത്ത് തന്നെ ഗൈസ് നമ്മൾ വീട് പണിഞ്ഞതായിരിക്കും. എണ്ണം കൂടി ഇവിടെ ഒന്നും വെച്ചേക്കാം. ഓക്കെ ഗൈസ് നമ്മള് ഇവിടെ ആയിട്ട് നമ്മുടെ വീട് പണിയുന്നത് ആയിരിക്കും. ഓ ഗൈസ് നമ്മള് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താട്ടെ ഗൈസ്. നമ്മൾ ഗൈസ് നൈറ്റ് സ്കിപ്പ് ചെയ്യാമാണ്. നമുക്ക് ഈ പാർട്ട് 3 ആയിട്ട് ഞാൻ പിന്നെ വരാട്ടെ ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ.